വെൽക്കം ടു V2PS യൂട്യൂബ് ചാനൽ. മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. മുഹമ്മദ് ഗോറിയുടെ അനുരജർ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കി. എന്നാൽ ഉത്തരേന്ത്യയിലെ പ്രധാന നഗരങ്ങളും തന്ത്രപ്രധാന സ്ഥാനങ്ങളും സൈനിക ശക്തിയാൽ നേടിയെടുക്കാൻ ഇക്കാലത്തെ തുർക്കി ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സുൽത്താൻ വാഴ്ചയുടെ ചരിത്രം വലിയൊരളവ് വരെ ആക്രമണകാരികളെ തുരത്താനുള്ള പ്രാദേശികരുടെയും പിടിച്ചടക്കിയ പ്രദേശങ്ങൾ കൈവശം വയ്ക്കാനുള്ള ഭരണകർത്താക്കളുടെയും പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളായ അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം, ഈ 5 വംശങ്ങളെക്കുറിച്ചും നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ പഠിക്കാം. ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ 5 ഭരണവംശങ്ങളാണ് സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാന രാജവംശങ്ങളാണ് അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഈ രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരാണ് ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നിവർ. ഡൽഹി ഭരിച്ച ആദ്യ സുൽത്താനാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഇബ്രാഹിം ലോധിയാണ് ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമായ അടിമവംശത്തെക്കുറിച്ച് നോക്കാം. 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ച രാജവംശമാണ് അടിമവംശം. ഈ അടിമവംശത്തെ ഇൽബാരി, യാമിനി, മംലൂക്ക് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് അടിമവംശത്തിൻ്റെ സ്ഥാപകൻ. ലാഖ്ബേഷ് എന്നറിയപ്പെടുന്ന ഖുത്ബുദ്ദീനാണ് ഉത്തരേന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ഖ്വാത്ത് ഉൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചത്. ഇനി ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് മരിച്ചത് പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ചതാണ്. അപ്പം അങ്ങനെ ചോദിക്കാറുണ്ട്, അപകടത്തിൽ മരിച്ച ഡൽഹിയിലെ സുൽത്താൻ ആരാണെന്ന്. അതാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സുൽത്താനാണ് ഇൽത്തുമിഷ്. സുൽത്താൻമാരുടെ തലസ്ഥാനം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ലഫ്റ്റനൻ്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയതും ഇദ്ദേഹം തന്നെയാണ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇൽത്തുമിഷാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തങ്ക, ജിറ്റാൾ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയത്. ഈ സുൽത്താൻ ഭരണകാലത്തെ ഔദ്യോഗിക നാണയമാണ് തങ്ക എന്ന് പറഞ്ഞിരുന്നത്. ഇത് പുറത്തിറക്കിയത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. നാണയ സമ്പ്രദായത്തിലെ ഏറ്റവും ചെറിയ ഘടകമായിരുന്നു ജിറ്റാൾ. അപ്പോൾ 2 തരത്തിലുള്ള നാണയങ്ങളാണ് തങ്കയും ജിറ്റാളും. ഇനി ഭരണത്തെ സഹായിക്കാൻ ചാലീസ രൂപം നൽകിയതും ഇൽത്തുമിഷ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നൽകിയത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. എന്തൊക്കെയാണ്? ലഫ്റ്റനൻ്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയത് ഇൽത്തുമിഷാണ്. നികുതി സമ്പ്രദായമായ ഇഖ്ത കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തങ്ക, ജിറ്റാൾ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയത്. പിന്നെ ഭരണത്തെ സഹായിക്കാൻ ചാലീസ രൂപം നൽകിയതും ഇൽത്തുമിഷാണ്. ഇനി ഇൽത്തുമിഷിനെ അറിയപ്പെടുന്നത് അടിമയുടെ അടിമ എന്നും ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നുമാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൽത്തുമിഷിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതൊന്ന് ഓർത്തു വെക്കാം. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ, ഉലൂഖാൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ബാൽബനെയാണ്. ബാൽബനാണ് നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയത്. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയതും ബാൽബൻ തന്നെയാണ്. അപ്പോൾ ബാൽബനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയാണ്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യനെന്നും ഉലൂഖാൻ എന്നും അറിയപ്പെട്ടിരുന്നത് ബാൽബനാണ്. ബാൽബനാണ് നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയത്. സിജിദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയതും ബാൽബൻ തന്നെയാണ്. അടിമവംശത്തിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയായിരുന്നു കൈക്കുബാദ്. ഇനി സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷയായിരുന്നു പേർഷ്യൻ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടിമവംശത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് അടിമവംശം. ഈ അടിമവംശത്തിൻ്റെ സ്ഥാപകനാണ് കുത്ബുദ്ദീൻ ഐബക്ക്. പിന്നെ ഇവിടെ ഇൽത്തുമിഷ് കുറേ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് പഠിക്കാനുണ്ട്. പിന്നെ ബാൽബൻ. ഇത്രയും രാജാക്കന്മാരെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമായ ഗിൽജി വംശത്തെക്കുറിച്ച് നോക്കാം. 1290-നും 1320-ലും ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് ഗിൽജി വംശം. ഗിൽജി വംശത്തിൻ്റെ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇത് കൂടാണ്ട് അലൈ ദർവാസ, സിറ്റി ഫോർട്ട്, ജമായിത് ഖാൻ പള്ളി എന്നിവ പണി കഴിപ്പിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. രണ്ടാം അലക്സാണ്ടർ, മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടത് അലാവുദ്ദീൻ ഖിൽജിയെയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു മാലിക് കഫൂർ. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ദേവഗിരി. അലാവുദ്ദീൻ ഖിൽജിയാണ് മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായ അമീർ ഖുസ്രുവിനെ പറ്റി ഒന്ന് നോക്കാം. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൾ ഹസൻ എന്നായിരുന്നു. സൂഫികളുടെ ഭക്തിഗാനമായ ഖവ്വാലിയുടെ പിതാവാണ് ഇദ്ദേഹം. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചതും ഈ അമീർ ഖുസ്രു തന്നെയാണ്. ഉറുദു ഭാഷയുടെ പിതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ നോക്കാം. അയൻ ഇ സിക്കന്ദരി, തുഗ്ലക് നാമ, താരിഖി അലായ്, ലൈല മജ്നു ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രണയകാവ്യം. ഇതെല്ലാവർക്കും അറിയപ്പെടുന്ന ഒന്നായിരിക്കും. ഗിൽജി വംശത്തിലെ അവസാന ഭരണാധികാരിയാണ് മുബാറക് ഷാ. ഖുസ്രു ഖാൻ എന്ന വ്യക്തിയാണ് മുബാറക് ഷായെ വധിച്ച് ഗിൽജി വംശത്തിന് അന്ത്യം കുറിച്ചത്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശമാണ് ഗിൽജി രാജവംശം. അപ്പോൾ ഗിൽജി രാജവംശത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയത് അദ്ദേഹമാണ്. അതുകൂടാണ്ട് അലൈ ദർവാസ, സിറ്റി ഫോർട്ട്, ജമായിത് ഖാൻ പള്ളി എന്നിവ പണി കഴിപ്പിച്ചതും ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. രണ്ടാം അലക്സാണ്ടർ എന്നും മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നും വിശേഷിപ്പിക്കപ്പെട്ടതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയാണ് ഈ ലൈല മജ്നു എന്ന പ്രണയകാവ്യമെല്ലാം എഴുതിയ അമീർ ഖുസ്രു. ഡൽഹി സുൽത്താനേറ്റിലെ അടുത്ത രാജവംശമാണ് തുഗ്ലക് വംശം. 1320-നും 1414-നും ഇടയിൽ ഡൽഹി ഭരിച്ചിരുന്നൊരു രാജവംശമാണ് തുഗ്ലക് വംശം. തുഗ്ലക് വംശ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം. നൃത്തവും പാട്ടും തൻ്റെ സദസ്സിൽ നിരോധിച്ച ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേര് ഖാസി മാലിക് എന്നാണ്. അപ്പോൾ നൃത്തവും പാട്ടും തൻ്റെ സദസ്സിൽ നിരോധിച്ച വ്യക്തിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്കാബാദ് ഗിയാസുദ്ദീൻ പണി കഴിപ്പിച്ച നഗരമാണ്. അപ്പോൾ തുഗ്ലക്കാബാദ് പണി കഴിപ്പിച്ചത് തുഗ്ലക് വംശസ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ദേവനാഗിരിക്ക് അദ്ദേഹം നൽകിയ യഥാർത്ഥ പേരാണ് ദൗലത്താബാദ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേര് ജുനാ ഖാൻ എന്നാണ്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് നമുക്ക് പേര് കേൾക്കുമ്പോൾ ആദ്യം ആലോചനയിൽ വരുന്ന ഒരു വിശേഷണമാണ് ബുദ്ധിമാനായ വിഡ്ഢി. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിക്കുന്നത് ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ്. അടുത്ത പറയുന്ന ഒരു വ്യക്തിയാണ് ഇബ്ൻ ബത്തൂത്ത. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു വിദേശ സഞ്ചാരിയാണ് ഇബ്ൻ ബത്തൂത്ത. ഡൽഹിയെ പൗരസ്ത്യ ലോകത്തെ ഏറ്റവും പ്രധാന നഗരമെന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇബ്ൻ ബത്തൂത്തയാണ് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത്. ഇനി മറ്റൊരു വ്യക്തിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ജലസേചന പദ്ധതികൾ ആരംഭിച്ചത്. യമുന കനാൽ പണി കഴിപ്പിച്ച ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ചത്.
ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് ഫിറോസ് ഷാ. മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ നസറുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു തുഗ്ലക് രാജവംശത്തിൻ്റെ ഭരണാധികാരി. ഡൽഹി സുൽത്താനേറ്റിലെ അടുത്ത രാജവംശമാണ് സയ്യിദ് വംശം. 1415 മുതൽ 1451 വരെ ഡൽഹി ഭരിച്ച ഒരു സുൽത്താൻ രാജവംശമാണ് സയ്യിദ് വംശം. കിസർഖാനാണ് സയ്യിദ് വംശത്തിൻ്റെ സ്ഥാപകൻ. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ് കിസർഖാൻ. സയ്യിദ് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ആലം ഷാ ആലം രണ്ടാമൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ സയ്യിദ് വംശത്തിനെക്കുറിച്ച് പറയാനുള്ളൂ. ഡൽഹി സുൽത്താനേറ്റിലെ അടുത്ത രാജവംശമാണ് ലോധി വംശം. 1451 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ച രാജവംശമാണ് ലോധി വംശം. ബഹദൂർ ലോധിയാണ് ലോധി വംശത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യ ഭരിച്ച ആദ്യ പത്താൻ വംശജനാണ് ലോധി വംശം. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് ലോധി ഭരണാധികാരിയായ സിക്കന്ദർ ലോധിയാണ്. സിക്കന്ദർ ലോധിയാണ് ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചത്. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയതോടെയാണ് സുൽത്താനേറ്റിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി. അപ്പോൾ ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയത് കൂടിയാണ് ഈ സുൽത്താനേറ്റിന് അന്ത്യം കുറിച്ചത്. അപ്പോൾ സുൽത്താനേറ്റിന് അന്ത്യം കുറിച്ചത് ഏത് യുദ്ധമാണ്? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അതൊന്ന് ഓർത്തു വെക്കാം. ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാനപ്പെട്ട 5 രാജവംശങ്ങളും അവിടുത്തെ ഭരണാധികാരികളും അവർ നടപ്പിലാക്കിയ ഓരോ നികുതികളും മറ്റ് കാര്യങ്ങളും പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം എല്ലാവരും ഒന്ന് പഠിക്കാം. ഇതിൻ്റെ നോട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.